ഹായ്, അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നല്ലൊരു ചായയാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ നല്ല ഒരു ചായയാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ബ്ലഡൊക്കെ ശുദ്ധിയാകാൻ വേണ്ടിയൊക്കെ ഈ ചെമ്പരത്തിപ്പൂ നല്ലതാണ്. അപ്പോൾ ഇതാ ചെമ്പരത്തിപ്പൂവിൻ്റെ നമ്മൾക്ക് ഈ ഇതളുകളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇതാകണം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ കഴുകി ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലിട്ടിട്ടാണോ നമ്മൾ തിളപ്പിക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനിതാ ലേശം വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിളക്കട്ടെ. അത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരും കേട്ടോ. അപ്പോൾ അതാ ആ ഒരു കളറൊക്കെ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കളറൊക്കെ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ കണ്ടില്ലേ വെള്ളത്തിലോട്ട് ആയിട്ടുണ്ട്. ഇനി ഈ ഇതളുകളൊക്കെ ഇതാക്കണം ഒന്ന് കോരി മാറ്റുക. ഇതാ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ നാരങ്ങയുടെ നീര് അതിലോട്ട് പാർന്ന് കൊടുക്കുക. നന്നായിട്ട് തന്നെ പീച്ചി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ കളറായിട്ടുണ്ട് കേട്ടോ ആ ഒരു ചായ. നല്ല ചുവന്ന കളറിലായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയൊരു സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കൊണ്ടു. അപ്പോൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഞാനൊരു ഹലുവയും കൂടെ ഞാൻ നമ്മുടെ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ലോങ് വീഡിയോയിൽ എന്നും ഇടുന്നുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയിട്ട് കാണുക.